എന്താണ് പറയേണ്ടത് അതൊക്കെ ഈ ഇരിക്കുന്ന നേതൃത്വങ്ങളൊക്കെ പൊരുത്തപ്പെടുമെന്നറിയാം. ഞാൻ നേരത്തെ പറഞ്ഞു 36 വയസ്സുള്ള പെൺകുട്ടിയുടെ 36 പെൺകുട്ടിയുടെ ഉമ്മ, ആ ഉമ്മാന്റെ കയ്യിൽ, അത് പറഞ്ഞപ്പോഴങ്ങനെ പോയത്, ആ ഉമ്മാന്റെ കയ്യിൽ 5 പവരങ്ങൾ കൊടുത്തിട്ട് കൊടുത്തപ്പോ ഈ ഉമ്മയുടെ ഒരു പൊട്ടല് കാണണം. സഹോദരങ്ങളെ, നമ്മുടെ ഒരു മോള്, നമ്മുടെ ഒരു പെങ്ങള് 28-30 വയസ്സ് കഴിഞ്ഞിട്ട് വീട്ടിലെ ഒരു ഭാരമെന്ന് ഞാൻ പറയുന്നില്ല, ഉണ്ടെങ്കിൽ നമുക്ക് സുഖിച്ച് ജീവിക്കാൻ പറ്റും. അപ്പൊ ഈ ഉമ്മാന്റെ കയ്യിൽ ഇതങ്ങ് കൊടുത്തതും ആ ഉമ്മ കണ്ണീരൊഴിക്കപ്പോ ഞാൻ പറഞ്ഞു, ഉമ്മ മോളെ നിക്കാഹ് കഴിഞ്ഞല്ലോ, പിന്നെന്തിനാ ഉമ്മ കരയുന്നത്? അപ്പൊ ഉമ്മ ഒന്നുകൂടെ കരഞ്ഞു. എന്നിട്ട് ആ ഉമ്മ പറയും, മോനെ, എന്റെ മോളെ പ്രസവിച്ച ഉടനെ വാപ്പ മരിച്ചു. പിന്നെ അവളെ 36 കൊല്ലം ചപ്പ് നുള്ളിയിട്ട്, ചായത്തോട്ടത്തിന് ചപ്പ് നുള്ളിയിട്ട് ഞാൻ വളർത്തി. ഈ 36 വയസ്സുകളിൽ ഇന്ന് വരെ എന്റെ കുട്ടി സ്വർണത്തിന്റെ ഒരു മോതിരം പോലും ധരിച്ചിട്ടില്ല. ആദ്യമായിട്ട് അത് ധരിക്കാൻ പോകും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരുപാട് ആളുകൾ സഹായിച്ചവരുണ്ട്. എല്ലാവർക്കും വേണ്ടി പറയുന്നത് ഷെയ്ഖിനെ കൊണ്ട് കാണിക്കുന്നു. അത് ഹക്കാണ്. ഏത് വഴതിലും ഏത് സ്ഥലത്തും ഗൾഫിലും നാട്ടിലും എവിടെ ചെന്നാലും എന്തൊരു വിഷയത്തിനും ഷെയ്ഖിനെ കൊണ്ട് കാഴ്ചക്കും, ഷെയ്ഖിനെ കൊണ്ട് കാഴ്ചക്കും. ഇൻഷാ അല്ലാഹ് അലിബാഫി തക്കളും ഉപ്പാപ്പടക്കം മഹാന്മാരൊക്കെ ഇവിടെ വരും. ഉപ്പാപ്പൊരു മൽജാണ്. അലിബാഫിക്ക് ഉപ്പാപ്പ എല്ലാത്തിനും ഞങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട ഒരു മൽജത് തന്നെയാണ്. അപ്പൊ ഒക്കെ വരും. അതുപോലെ തന്നെ ബന്ധുസാഹത്ത് ഉപ്പാപ്പ തൊട്ട് എല്ലാവരും പ്രാർത്ഥിക്കാൻ. ഇവിടെ പറയാനുള്ളത്, ഈ കാണുന്ന പുതിയാപ്പിളരൊക്കെ അഭിമാനമുള്ളവരാണ്. അവർക്ക് ഒരു കാശിന്റെ കുറവ്